ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. തിരുപ്പതിയിലേക്കാണ് ഗൈസ് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഗൈസ്. വരൂ വീഡിയോയിലേക്ക് കിടക്കാം. ഞങ്ങൾ കയറുന്നത് കോയമ്പത്തൂർ ജംഗ്ഷൻ ടു റേണുകുണ്ടിക്കാണ് ഗൈസ്. ഇതാണ് ഗൈസ് ഞങ്ങൾ പോകുന്ന ട്രെയിൻ. പുലർച്ചെയായി ഗൈസ്. ബോഗിയിൽ തിരക്കൊന്നുമില്ല ഗൈസ്, ഫ്രീ ആയിട്ടിരിക്കുക ഗൈസ്. സമയം ഇപ്പോൾ 7:15 ഗൈസ്. അടുത്ത സ്റ്റേഷനിൽ ഞങ്ങൾ ഫുഡ് വാങ്ങി ഫ്രണ്ട്സ്. ഇതാണ് ഗൈസ് ഭക്ഷണം. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യാം. ഇഡ്ഡലിയും സാമ്പാറുമാണ് ഗൈസ്. അങ്ങനെ കഴിച്ചു കഴിഞ്ഞു. കാഴ്ചകൾ ആസ്വദിച്ചു കൊണ്ടിരുന്നു ഫ്രണ്ട്സ്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം റേണുകുണ്ട റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഗൈസ്. അവിടെ നിന്ന് പുറത്തിറങ്ങി. ഇതാണ് ഗൈസ് റേണുകുണ്ട റെയിൽവേ സ്റ്റേഷൻ. സൈഡിൽ നിന്ന് ഒരു ചായക്കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ചു ഗൈസ്. പിന്നെയും നടന്നു ഗൈസ്. അവിടെ കാണുന്ന ബസ്സിലേക്കാണ് ഗൈസ് നമ്മൾ കയറേണ്ടത്. ഇതാണ് ഗൈസ് നമ്മളെ തിരുമലയിലേക്ക് കൊണ്ടുപോകുന്ന ബസ്. ബസ് എടുക്കാൻ ഇനി കുറച്ച് നേരം കൂടി ആകും ഗൈസ്. ഇതാണ് ഗൈസ് ബസ് ടിക്കറ്റ്. ഒരാൾക്ക് 105 ഗൈസ്. 3 പേർക്ക് 315 രൂപയായി ഗൈസ്. അങ്ങനെ ബസ് എടുത്തു ഗൈസ്. അങ്ങനെ കുറച്ച് ദൂരം പോയതിനു ശേഷം ചെക്കിംഗ് ഉണ്ടായിരുന്നു ഗൈസ്. അവിടെ ഇറങ്ങി ഗൈസ് എല്ലാവരും. ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു ഗൈസ്. മറക്കാതെ നമ്മൾ കയറിയ ബസ്സിൻ്റെ നമ്പർ നോട്ട് ചെയ്ത് വെക്കണം ഗൈസ്. ഇതാണ് ഗൈസ് ഞങ്ങൾ കയറിയ ബസ്സിൻ്റെ നമ്പർ. അങ്ങനെ മലൻ്റെ മേലേക്ക് യാത്രയായി ഗൈസ്. അങ്ങനെ മലൻ്റെ മേളിൽ നിന്നുള്ള കാഴ്ചകളും കണ്ടു ഗൈസ്. അങ്ങനെ തിരുമല എത്തി ഫ്രണ്ട്സ്. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിർത്തിയതിനു ശേഷം ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി. ഒരു ദിവസത്തെ പരിപാടി ആയതുകൊണ്ട് ലോക്കർ മതിയെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഗൈസ്. ഹാളിന്റെ അടുത്ത് തന്നെ അന്നപ്രസാദം പറഞ്ഞ പ്രസാദം വാങ്ങുന്ന ഒരു സ്ഥലമുണ്ട് ഗൈസ്. അവിടുന്ന് പ്രസാദം വാങ്ങാം ഗൈസ്. ഇതാണ് ഗൈസ് പ്രസാദം. സാമ്പാർ സാദമാണ് ഗൈസ്. അതിനുശേഷം ഞങ്ങൾ ലോക്കറുള്ള സ്ഥലത്തേക്ക് പോയി. ലോക്കർ എടുക്കണമെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ളത് ആധാർ കാർഡും ഫോൺ നമ്പറുമാണ് ഗൈസ്. ലോക്കറിൻ്റെ അടുത്ത് തന്നെയാണ് ഗൈസ് മുട്ടയടിക്കുന്ന സ്ഥലമുള്ളത്. ഞങ്ങളിപ്പോൾ അവിടേക്കാണ് ഗൈസ് പോകുന്നത്. മുട്ടയടിക്കാനായിട്ട് ടോക്കൺ വാങ്ങണം ഗൈസ്. ഇതാണ് ഗൈസ് ടോക്കൺ. അങ്ങനെ മുട്ടയൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ ഇപ്പോൾ ഗോവിന്ദനെ കാണാനായിട്ട് നടക്കുകയാണ് ഗൈസ്. ഗോവിന്ദനെ കാണുന്നതിന് മുമ്പ് നമ്മൾ വരാഹസ്വാമിയെ തൊഴുതിട്ട് പോവാം. അതിനു മുമ്പ് നമ്മൾ പുഷ്കരണിയിൽ കാലും കൈയും കഴുകാം. ഇതാണ് ഗൈസ് പുഷ്കരണി. എത്ര തെളിഞ്ഞ വെള്ളമാണ് ഗൈസ് ഉള്ളത്. അങ്ങനെ നീല നിറമുള്ള വെള്ളം. കാല് കഴുകിയതിനു ശേഷം നമ്മൾ വരാഹസ്വാമിനെ തൊഴുതിട്ട് ഗോവിന്ദൻ്റെ അവിടേക്ക് പോവാം.
വരാഹസ്വാമിനെ തൊഴുതുകയാണ് ഗായ്സ്. നടപ്പാതയിൽ തന്നെ മ്യൂസിയം ഉണ്ട് ഫ്രണ്ട്സ്. ഞങ്ങൾ അതിലൊന്നും കയറുന്നില്ല, സമയമില്ലാത്തതുകൊണ്ടാണ് ഫ്രണ്ട്സ്. ഇതാണ് ഗൈസ് 300 രൂപ ടോക്കൺ എടുത്ത് ദർശനം കാണാൻ പോകുന്ന ഭക്തന്മാരുടെ വരി. നമ്മൾ ഇതിലല്ല ഗൈസ് കയറേണ്ടത്, ഫ്രീ ദർശനത്തിലുള്ള ലൈനിലാണ് ഗൈസ് കയറേണ്ടത്. ഇതാണ് ഫ്രണ്ട്സ് ഫ്രീ ദർശനത്തിനുള്ള ലൈനിന്റെ തുടക്കം. ഇനി ഇതിലൂടെ നടക്കാം ഗൈസ്, കുറേ ദൂരം നടക്കണം ഗൈസ്. ഇവിടെയാണ് ഗൈസ് ദർശന ടിക്കറ്റ് കിട്ടുന്നത്. ഇതിനു ശേഷം ഫോണോ ക്യാമറയോ അലൗഡ് അല്ല ഗൈസ്. അതുകൊണ്ട് ഇനി ഈ വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ്. ഇനി ദർശനം കഴിഞ്ഞതിന് ശേഷം വന്ന് കാണാം. ഇതാണ് ഫ്രണ്ട്സ് ദർശനത്തിനുള്ള ടോക്കൺ ഗൈസ്. അങ്ങനെ ദർശനം കഴിഞ്ഞു ഗൈസ്. അങ്ങനെ ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് വന്നാൽ ലഡു കൗണ്ടർ എവിടെയാണെന്ന് ബോർഡ് ഉണ്ടാകും ഗൈസ്. അത് നോക്കി ലഡു വാങ്ങും ഗൈസ്. ഞങ്ങൾ ലഡു ഒക്കെ വാങ്ങി പുറത്തേക്ക് വന്നു ഗൈസ്. ഇനി ഇവിടുന്ന് പുറപ്പെടാം ഗൈസ്. എല്ലാം പാക്ക് ചെയ്തു ഗൈസ്. ഇതാണ് ഗൈസ് നമ്മൾ താഴേക്ക് പോകുന്നുള്ള ബസ്. അങ്ങനെ ബസ്സിൽ കയറിയിരുന്നു ഗൈസ്. അങ്ങനെ ബസ് എടുത്തു ഗൈസ്. 3 മണിക്ക് തന്നെ താഴേക്ക് ഇറങ്ങുള്ളൂ ഗൈസ്. 3 മണി വരെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിൽക്കും ഗൈസ്. ഭയങ്കര ക്ഷീണം കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. മെല്ലെ അങ്ങനെ തിരുപ്പതി ബസ് സ്റ്റോപ്പ് എത്തി ഗൈസ്. തിരുമലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഗൈസ്. അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചു ഗൈസ്. ഗൈസ് 3 മണിക്ക് ശേഷം തന്നെ ഗൈസ് മേലെ നിന്ന് താഴേക്ക് ബസ്സുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ട്രെയിൻ മിസ്സായി ഗൈസ്. അടുത്ത ട്രെയിൻ 9 മണിക്കാണ് ഗൈസ്. അതിനു വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അടിച്ചു പിടിച്ച് വന്നത് കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. ഇതാണ് ഗൈസ് ഞങ്ങൾ പോവേണ്ട ട്രെയിൻ. ആ സമയത്ത് സ്ലീപ്പർ കിട്ടാത്തത് കൊണ്ട് ജനറലായിരുന്നു ഗൈസ് എടുത്തത്. അതുകൊണ്ട് തീരെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ്. അത്രയ്ക്ക് തിരക്കായിരുന്നു. കൂടാതെ ഹിന്ദിക്കാരൻ്റെ ശല്യവും ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ കോയമ്പത്തൂർ എത്തി ഗൈസ്. അങ്ങനെ സ്റ്റേഷനെത്തി. നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങാം ഗൈസ്. ഇതാണ് ഗൈസ് വന്ന ട്രെയിൻ. ഇനി ഞങ്ങൾ ഞങ്ങളുടെ ബൈക്ക് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. ബൈ ബൈ, ടേക്ക് കെയർ.